ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഹറി ബറിയുടെ ആണ് കേട്ടോ. അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ചാനൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടമായിക്കണ്, സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് അടിക്കണം കേട്ടോ. കുറേ പേര് കമൻസൊക്കെ ഇടുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട് കേട്ടോ അത് കാണുമ്പോഴൊക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം ടൗണൊന്ന് പോകണം. ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ആവശ്യമുണ്ട്. അതായത് എന്താ പറയുക, ബാങ്കിലൊക്കെ ഒന്ന് പോകണം. ഒരു സന്തോഷപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുന്നിട്ട് ഐസൊക്കെ മാറ്റാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മീൻ നെടുകയാണ് കേട്ടോ. അത് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തേങ്ങ ഒക്കെ പൊളിച്ച് ആ തേങ്ങാ വെള്ളം മോനക്ക് കുടിക്കാൻ കൊടുത്ത്. ഓനക്ക് തേങ്ങാ വെള്ളം ഇഷ്ടമുള്ളത് കാരണം പിന്നെ പൊട്ടിക്കണ സൗണ്ടായിട്ട് അത് തന്നെ ഓൻ വരും കേട്ടോ. അങ്ങനെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകി, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ചോറിനുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെന്തിട്ട് പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്നുണ്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചട്ടിലൊക്കെ ഇട്ട് ഒഴിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുളിവെള്ളം കുറച്ച് പിഴിഞ്ഞൊഴിച്ച് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തക്കാളിയും അതിലേക്ക് കീറിയിട്ട് കേട്ടോ. അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇത് ഇങ്ങനെ വെക്കണക്കായും ടേസ്റ്റ് വറുത്തരച്ച് വെക്കണ്ട കേട്ടോ. തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എനിക്ക് നേരമില്ലാത്ത കാരണം, ടൗണിലൊക്കെ പോകാനുള്ള കാരണം പിന്നെ ഞാൻ ഇങ്ങനെ വെച്ച്. പിന്നെ ഇതാണ് മീൻ. ഇതിന് പല പേരുകളുണ്ട്. ഇവിടെ നെടുക എന്നാണ് പറയുക. പിന്നെ കൂടുതൽ സന്തോഷം ഇതിൻ്റെ ഒപ്പം കൊടുന്നതായ കാരണമാണ് ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ മീനിനെ കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് കറി അപ്പോത്തിന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയിലേക്ക് മീനൊക്കെ ഇട്ട് മീനൊക്കെ വെന്ത് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻ വറുക്കാൻ വേണ്ടിങ്ങാണ്ട് മീൻ കായൊക്കെ തേച്ച് റെഡിയാക്കി വെച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് കറിക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് തൂമിച്ചിട്ട് അതും ഇട്ടിട്ടാണ്. അങ്ങനെ കറി റെഡി ആയിക്കണ്. അങ്ങനെ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മീൻ പൊരിക്കാൻ നിന്ന്. അങ്ങനെ മീൻ പൊരിക്കാൻ വെച്ചതിന് ശേഷം വേഗം അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേഗം വണ്ടി ഇട്ടിട്ടാണ്. അവിടെ എൻ്റെ അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ സ്പീഡിൽ പോയി മോനെയും കൊണ്ടാണ്. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിൻ്റെ ശേഷം പാടത്ത് കൂടെ അങ്ങനെ നടന്നിട്ട് പിന്നെ റെയിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ബസ് കയറി കേട്ടോ ചെയ്യുക. അങ്ങനെ ടൗണെത്തും. പിന്നെ അങ്ങനെ ബസ്സൊക്കെ കയറി ബാങ്കിലൊക്കെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് പിന്നെ തിരിച്ച് പോന്നപ്പോൾ അവിടുത്തെ ബാങ്കത്തെ കഴിഞ്ഞപ്പോഴത്തേനും ഉച്ച കഴിക്കണം, നല്ല പൊരി വെയിലും. അപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ കൂൾബാർക്ക് പോവാണ് കേട്ടോ. ബാങ്കാണത്. ബാങ്കിൽ നിന്ന് ഇറങ്ങി പോണ രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ പിന്നെ കൂൾബാറിലെത്തിയപ്പോൾ പിന്നെ മാലിക്ക് ഭയങ്കര കുറുമ്പ് കാട്ടുകയാണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ അമ്മ അങ്ങനെ കയ്യിലിങ്ങനെ ചെയ്യണ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 സാൻഡ്വിച്ചും ഒരു ചിക്കൻ റോളും ജ്യൂസും ചായയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തത് വന്ന് ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഒറ്റ ഇരിപ്പിൽ വെള്ളം കുടിച്ച് തീർക്കാനായിരുന്നു എൻ്റെ പ്ലാൻ കേട്ടോ. ജ്യൂസ് ലൈമ മേടിച്ചത്. പിന്നെ മാലിക്കിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാൻഡ്വിച്ച് കഴിക്കാൻ നിന്നിട്ടാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്. ഓക്കെ.